വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു ഓയിലി ടു ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഫേസ് വാഷ് എവർ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് ലാസ്റ്റ് ഒരു 1 month ആയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇത് ഒരു ഫാർമസി ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കാര്യമൊന്നുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ പ്രശ്നങ്ങളും കാണുന്നു വരില്ല. ബിക്കോസ് ഞാൻ വിത്തോടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ കാര്യമൊന്നുമില്ലാതെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ്. കാണുന്ന സിപ്ലയുടെ കാണുന്ന സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു 1 month ഓൾമോസ്റ്റ് 1 month ആയിട്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ റേറ്റ് വന്നിട്ട് 399 രൂപയാണ്. അത് 400 രൂപയാണ് ഇതിന്റെ റേറ്റ്. പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ ഇത്രത്തോളമായിട്ട് നമുക്ക് കുറയും. ഹാർഡ്ലി 1 month ഈ ഒരു ഫേസ് വാഷ് നിൽക്കുള്ളൂ. പക്ഷെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 400 രൂപയ്ക്ക് ഈ ഒരു ഫേസ് വാഷ് 100% വർത്ത് തന്നെയാണ്. ബിക്കോസ് നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ഉണ്ട്. പക്ഷെ ഓയിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫേസ് വാഷസും കാര്യങ്ങളൊക്കെ ഓയിൽ കൺട്രോളിനോടൊപ്പം തന്നെ നല്ലത് ഡ്രൈയിങ് ആക്കാറുണ്ട്. പക്ഷെ ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് ഒട്ടും തന്നെ നമ്മുടെ ഫേസ് ഡ്രൈയിങ് ആക്കുന്നില്ല. ബട്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് ദി വീഡിയോസിലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ ഒരു ഫേസ് വാഷും ഗാർണിയറിന്റെ ഈ ഒരു ഫേസ് വാഷും നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എന്താ പറയാ, ഇതിടുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ഞാൻ ആദ്യം പറയാം. ആദ്യമേ നെഗറ്റീവ് തന്നെ പറയണ്ടല്ലോ, പ്ലസ് പോയിന്റ് പറയാം. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ഫേസിലൊരു ടോർച്ച് അടിച്ച പോലത്തെ ഒരു ബ്രൈറ്റ്നസ്, ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തരും. ഓയിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നിനും കൂടി സൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സൂട്ടബിൾ ആണ്. പക്ഷെ ഈ ഒരു ഫേസ് വാഷ് ചെയ്യുന്ന അത്രയ്ക്ക് പണി ഈ ഒരു ഫേസ് വാഷ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ മേടിക്കുമ്പോൾ 209 ആണ്. അതായത് 3 months ബാക്കാണ് ഞാൻ മേടിച്ചിരുന്നത്. 100 ഗ്രാംസിന് ഇതിന്റെ ഒരു 100 ഗ്രാംസിന്റെ ട്യൂബിന് 209 ആണ് ഞാൻ മേടിക്കുമ്പോണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത്. 3 മാസത്തോളം ഈ ഒരു ട്യൂബ് അടിപൊളിയായിട്ട് നിൽക്കും. നമുക്ക് കുറച്ചേ വേണ്ടു. പക്ഷെ ഇതെന്ന് പറയുന്നത് മിനിമം നമുക്ക് 2 pumps എങ്കിലും വേണം ഒരു തവണ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് മിനിമം 2 pumps എങ്കിലും വേണം. പക്ഷെ അങ്ങനെ 2 pumps എടുത്ത് പിശുക്കി യൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു ഫേസ് വാഷ് 1 month തികച്ച് നിൽക്കില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ ആക്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ട്രസ്റ്റ് മീ, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഇതൊരു ഹിന്ദി ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓയിലി ടു ആക്നി സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് സാലിസിലിക് ആസിഡ് ബേസ് വരുന്ന ഫേസ് വാഷ് എപ്പോഴും സ്യൂട്ട് ആവാറുണ്ട്. ഇതിന്റെ മെയിൻ ബേസിക് വരുന്നത് തന്നെ മെയിൻ കണ്ടന്റ് വരുന്നത് തന്നെ സാലിസിലിക് ആസിഡ് ആണ്. പിന്നെ ഇതിൽ അവർ എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 2-3 പമ്പ് നമ്മുടെ ഫേസിലോട്ട് ആവശ്യമുള്ള അത്രയ്ക്ക് പമ്പ്സ് എടുക്കുക. ഇതിന്റെ അത്രയ്ക്ക് ഫോമിങ് ആയിരിക്കില്ല. ഈ ഒരു ഫേസ് വാഷ് വളരെ ജെന്റിലാണ്. ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് ഇത് അത്യാവശ്യം നല്ല രീതി കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ പോലും നല്ല രീതിയിൽ പതഞ്ഞു വരും. പക്ഷെ ഇതങ്ങനെയല്ല, വളരെ മൈൽഡ് ആയിട്ടാണ് ഫോം ആവുള്ളൂ. ആൻഡ് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ഐസിന്റെ ഏരിയ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇതൊരു ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ ഒരു 30 to 40 minutes, 20 to 30 ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു 30 to 40 minutes ജെന്റ്ലി മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഓൾ ഓവർ ദ ഫേസ്. എന്നിട്ടാണ് വാഷ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ ഏത് ഫേസ് വാഷ് ആണെങ്കിലും നമുക്കൊരു പ്രോപ്പർ അതിന്റെ റിസൾട്ട്, അതിന്റെ എന്താ പറയുക, അതിന്റെ പ്രോപ്പർ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മിനിമം നമ്മളൊരു 30 to 40 seconds എങ്കിലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രം വാഷ് ചെയ്ത് കളയാം. അതിപ്പോൾ ഏത് ഫേസ് വാഷ് ആണെങ്കിലും മിനിമം 60 seconds വരെ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വിച്ച് ഇസ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഞാനിതൊരു ഓൾമോസ്റ്റ് 30 to 40 seconds വരെയാണ് ഈ സംഭവം ഞാൻ വാഷ് ചെയ്ത് കളയാറുള്ളത്, വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാറുള്ളത്. അത്രേ ഉള്ളൂ. ജസ്റ്റ് റബ്ബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പാറ്റ് ഡ്രൈ ചെയ്തെടുക്കുക. അതിപ്പോൾ ഏത് ഫേസ് വാഷോ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ വലിച്ചു പറിച്ച് തുടച്ചെടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഒപ്പിയെടുക്കുക എന്ന് പറയില്ല, ഇങ്ങനെ പാറ്റ് ഡ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിന് 60 ml ആണ്. ഇതിന് 60 ml ആണ് 400 ഞാൻ പറഞ്ഞത്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. പക്ഷെ ഇതിനെക്കാട്ടിലും 100% വർത്തി, ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നതിനെ എനിക്ക് ഇത് വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഈ ഒരു ഫേസ് വാഷ് ഇതിന്റെ പണിയെടുത്തിട്ടുണ്ട്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ശരിയാ, ഇപ്പോൾ 18 ഒക്കെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതിയാവും. 18 വയസ്സിന് ഇപ്പോൾ ഉള്ള ആൾക്കാർ മാത്രം ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതിയാവും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്ത പ്രശ്നമുള്ളൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഫേസ് വരുന്ന ഫേസ് വാഷിന്റെ ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടീനേജ് തൊട്ടിട്ടൊക്കെ ആവശ്യം വരുന്നുള്ളൂ. സോ എബോ 18 ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എനിക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ എൻ്റെ പിമ്പിൾസ് കൺട്രോൾ ആയിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം
ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. ഞാൻ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ ബാക്ടീരിയൽ ആക്നെ എനിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ് നിറച്ച് കുരുക്കളായിട്ടാണ് ഇരിക്കുന്നത്. കുരുക്കൾ വരുന്നിടത്ത് പാടുകൾ വരുന്നുണ്ട്. സോ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രീംസും ഇപ്പോൾ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. സോ എല്ലാ ക്രീംസും, എല്ലാ മോയ്സ്ചറൈസേഴ്സും, നോട്ട് ഈവൻ എ മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു മോയ്സ്ചറൈസറോ ഒന്നും യൂസ് ചെയ്യരുത്. ആന്റിബയോട്ടിക്സ് എടുക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് ഓയിൻമെന്റ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ ആകെ കൂടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷ് ആണ്. വേറെ ഒന്നും യൂസ് ചെയ്യരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള സ്കിൻ കെയർ സംഭവം എന്നൊക്കെ ഞാൻ വിട്ടു നിൽക്കുകയാണ്. സ്കിൻ കെയർ, ബോഡി കെയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ബോഡിയിലേക്കുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഫേസിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഫേസിൽ ഇപ്പം എനിക്ക് ഫംഗൽ ആക്നെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഒറ്റ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഈ ഒരു ഫേസ് വാഷ് വർത്ത് ബൈങ് ആണ്. അപ്പം അത്രേ ഉള്ളൂ. മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. വർത്ത് ആയിരിക്കും, 100% വർത്ത് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഗ്യാരണ്ടി തരുന്നു.